വിശാഖൻ, ഈ CPM-ൽ നമ്മളൊക്കെ എല്ലാം അറിയാം, പണ്ട് വളരെ അച്ചടക്കത്തിൻ്റെ അങ്ങേയറ്റം ഉണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു കേരളത്തിൽ. എല്ലാ കാര്യത്തിനും ഭയങ്കര ഡിസിപ്ലിനാണ് പാർട്ടി നേതാക്കന്മാർ. പരസ്യമായിട്ട് എന്തെങ്കിലും ഒരു അറിയാതെ വായുന്നൊരു വാക്ക് വന്നു പോലെ അത് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വിമതന്മാരുടെ നീണ്ട നിരയാണല്ലോ ഇപ്പോൾ അവിടെ കാണുന്നത്. ഇന്ന് PK ശശി സംഘവും പാലക്കാട് അവിടുത്തെ പാർട്ടി വിമതന്മാരുടെ സമ്മേളനം തന്നെ വിളിച്ചു വിട്ടിരിക്കുന്നു. അതിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. അതെ, ഏകാധിപതികളെ ഒരു കാലഘട്ടം വരെ ജനങ്ങൾ അംഗീകരിക്കും. അതുതന്നെയാണ് അതിൻ്റെ കാര്യം. മുസോളിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ മുന്നിൽ എല്ലാവരെയും ഇപ്പം ഏകാധിപതികൾക്കെതിരെ വിമത ശബ്ദം ഉണ്ടാകും, വ്യവസ്ഥിതികൾക്കെതിരെ വിമത ശബ്ദം ഉണ്ടാകും. നമ്മളത് ലോക ചരിത്രം മുതൽ ഇങ്ങോട്ട് വരുന്നു, എല്ലായിടത്തും ഉണ്ട്. അന്ന് നമുക്കറിയാം ബ്രിട്ടനിൽ ചർച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ സഭകളായിരുന്നു ഏകാധിപതികൾ. അപ്പോൾ സഭകൾ കാണിക്കുന്ന എന്തും നമ്മൾ അംഗീകരിക്കണം, വിശ്വാസികൾ അംഗീകരിക്കണം, അല്ലാത്തവനെ അവിശ്വാസികളാക്കി അവർ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെയാണ് ചർച്ച് ഓഫ് വിറ്റൻബർഗിൽ കൊണ്ടുവന്ന് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആൾ ഒരു വെല്ലുവിളിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിക്കൊണ്ട് പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു മതവിഭാഗത്തെ കൊണ്ടുവരുന്നത്. അപ്പം പുരാതന ചരിത്രം തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഒരു ഏകാധിപതിയെ സഹിക്കാൻ വയ്യാത്ത ഒരുത്തനെങ്കിലും രംഗത്ത് വരും. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം പതുക്കെ കേരളത്തിൽ സംഭവിക്കുന്നു, CPM സംഭവിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ അറിയാം, ഇവിടെ CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. MV ഗോവിന്ദൻ ചുമ്മാ ചിരിക്കാനും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനും വേണ്ടി മാത്രം സൈദ്ധാന്തിക ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. അത് അണികൾക്കും അതായിരിക്കും. പക്ഷെ പൊതുവേന ഇയാൾ എന്ത് പൊട്ടത്തരമാണ് പറയുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പോക്കിൽ ഈ ഏകാധിപതിയുടെ മുകളിലേക്ക് പാർട്ടിയോ പാർട്ടി പ്രവർത്തകരോ വളരരുത് എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് അത് ഈ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് അടുത്ത 5 വർഷം കൂടെ ആയപ്പോഴേക്ക് അതിൻ്റെ തീവ്രത വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് PK ശശി എല്ലാം തീവ്രമായിട്ടിപ്പോൾ രംഗത്ത് വന്നത്. ഒന്ന് കണക്കെടുത്ത് നോക്കിയേ, എന്തൊക്കെ വിമത ശബ്ദങ്ങളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ട്. ജി സുധാകരനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരസ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്, അല്ല രഹസ്യമൊന്നുമല്ല. ഇല്ല, അദ്ദേഹം അത് തുറന്നു പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അദ്ദേഹം മുതിർന്ന പാർട്ടി നേതാവാണ്, ആലപ്പുഴ ജില്ലയുടെ അധീപനാണ്. അങ്ങനെ തന്നെ പറയാം, CPM-ൽ ആലപ്പുഴ ജില്ലയുടെ അധീപനാണ്. ഇപ്പോൾ ഈ ജി സുധാകരൻ്റെ പുറകെ ഇവർ കിടന്ന് ഓടുന്നത് മുഴുവൻ അയാളെ ഭയന്നിട്ടാണ്. കാരണം അവിടുത്തെ 9 സീറ്റുകളും വിധി നിർണ്ണയിക്കാൻ സുധാകരൻ മതി. മാത്രമല്ല, എനിക്ക് ഇന്നലെ അവിടെ നിന്ന് ലഭിച്ച നമ്മുടെ പോലീസിൻ്റെയൊക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി UDF ആ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. M ലിജുവിനെ അവർ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റിക്കൊണ്ട് ജി സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാനും അല്ലെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചുകൊണ്ട് UDF പിന്തുണയ്ക്കാനുമുള്ള ഒരു നീക്കമുണ്ട്. അത് ആലപ്പുഴ ജില്ല മുഴുവൻ പ്രതിഫലിക്കും. അങ്ങനൊരു നീക്കം ആലപ്പുഴ ജില്ല മുഴുവൻ പ്രതിഫലിക്കും. കാരണം ജി സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അമ്പലപ്പുഴ വന്നിരുന്ന 50,000 വോട്ടിന് ജയിച്ചത്. അതെ, ഈ സലാം എന്ന് പറഞ്ഞാൽ 11,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ജി സുധാകരനെതിരെ പരാതി കൊടുത്ത ആളാണ്. പാർട്ടി പരാതി കൊടുക്കുകയും പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് തന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണം ജി സുധാകരനാണെന്ന് പറഞ്ഞ് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയൊക്കെ ചെയ്തതാണ്. അതെന്തോ ആകട്ടെ, വിമത ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടതല്ല. കണ്ണൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പയ്യന്നൂരിലെ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു. KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റുന്നു. മട്ടന്നൂരിന് മത്സരിക്കേണ്ട തീരുമാനം. ഷംസീറിന് സീറ്റ് കൊടുക്കുന്നില്ല. MM മണിക്ക് സീറ്റില്ല. മണിക്ക് സീറ്റ് കൊടുക്കുന്നില്ല. മണിയും അതിനകത്ത് അതൃപ്തി. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ചെറിയ ഷുഗറേ ഉള്ളൂ, പക്ഷേ എനിക്കുള്ളതിനേക്കാളും ഷുഗർ ഇപ്പം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. ആളുകൾക്കുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി ആദ്യമേ പോയ ഒരാളുണ്ട്, നമ്മുടെ അൻവറിക്ക പിണറായി വിജയൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു. അവസാനം അദ്ദേഹം ചെയ്ത ഈ വിഡ്ഢിത്തരം എല്ലാം കൂടി പിണറായി വിജയൻ്റെ തലയിലോട്ട് വരികയും പിണറായി വിജയന് പണി വാങ്ങുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കാണ് പിണറായി വിജയൻ അതിനെ കൈവിട്ടത്. അൻവറിൻ്റെ കൂടെ ആരൊക്കെ കൂടെ നിന്നോ അവരെല്ലാം പണി മേടിച്ച്, MR അജിത്കുമാർ അടക്കം ഇവരെല്ലാം പണി മേടിച്ചിട്ടാണ് അയാളുടെ കൂടെ നിന്നവർക്കെല്ലാം പണി കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പം ഇവിടേക്ക് വന്നിരിക്കുന്നത്. അൻവറിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ ഒരു വിമത ശബ്ദം ആദ്യമായി. അൻവർ പാർട്ടിയുടെ സ്ഥിരമംഗമല്ല ആയിരുന്നെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകൻ, പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആള്, ഇവർ സ്വതന്ത്ര MLA, LDFന്റെ സ്വതന്ത്ര MLA എന്നുള്ള നിലയിൽ പിണറായി വിജയന് വേണ്ടി ഒരു എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നത്
നടത്തിപ്പുകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ആദ്യം പിണറായി വിജയനെതിരെ തിരിഞ്ഞതും ഇദ്ദേഹമാണ്. ഇപ്പം അതിനുശേഷമാണ് ഇപ്പം ജി സുധാകരൻ വരുന്നത്. പിന്നെ വന്നതാണ് പി കെ ശശി. MLA ആയിരുന്ന ആളാണ്. KTDC ചെയർമാനായിരുന്നു. ഈയിടെ വരെ KTDC ചെയർമാനായിരുന്നു. CPM പാലക്കാട്ടെ വലിയ പ്രധാനിയാണ് പുള്ളി. അപ്പം CPM വിരുദ്ധരുടേതായിട്ടുള്ളൊരു മുന്നണി അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നു. അപ്പോൾ രൂപീകരിച്ചു എന്ന് മാത്രമല്ല, പാലക്കാട്ടിൽ നിന്ന് അദ്ദേഹം രാവിലെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പിരിറ്റ് കച്ചവടക്കാരെ എല്ലാം പാർട്ടിക്കകത്ത് ഘടകങ്ങളിൽ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. സ്പിരിറ്റ് കച്ചവടക്കാരെ മുഴുവൻ പാർട്ടിയിലേക്ക്, അബ്കാരി, മണ്ണ് മാഫിയ, കോറ, എല്ലാവരും പാർട്ടിക്കാരാണ്. ഇതിനകത്ത് ഇനിയിപ്പം CPM വിരുദ്ധർ ചേർന്നൊരു മുന്നണി ഉണ്ടാക്കി UDFന്റെ ഭാഗമാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പെട്ടുപോകുന്ന ഇത് ശരിക്കും കോൺഗ്രസ്. പി കെ ശശിയെ കാണിച്ചുകൊണ്ടാണ്, പി കെ ശശിയും മുകേഷിനെയും കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ അതേ ഈ പി കെ ശശിയെ കോൺഗ്രസ് ചുമക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. CPMനെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് ഇയാൾ പോയതുകൊണ്ട്. അല്ല, സന്ദീപ് വാര്യരെ കൊണ്ടുവരണം. അപ്പോൾ ചുരുക്കത്തിൽ ഈ കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരിയനും വിറവ് വെട്ടിയവനൊക്കെ അവിടെ തന്നെ കിടക്കും, വിറവ് വെട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇന്നലെ അവരെ വിളിച്ച മുദ്രാവാക്യങ്ങൾ മാറ്റി വിളിക്കേണ്ടത്. ശശിക്കെതിരെ എന്തുമാത്രം മുദ്രാവാക്യം വിളിച്ചാണ് കോൺഗ്രസ്സുകാർ. അത് ശശി മഹാനാണെന്ന് പറയേണ്ടി വരില്ല ജനങ്ങളുടെ അടുത്തുനിന്ന്. അതുപോലെ VSന്റെ പഴയ പേഴ്സണൽ സെക്രട്ടറി സുരേഷിനെ ജസ്റ്റ് അയാൾ ചോദിച്ചത് എനിക്ക് പാർട്ടിയിൽ തിരിച്ചൊരു മെമ്പർഷിപ്പ് കേവലം ഒരു അംഗത്വം മാത്രമാണ് ചോദിച്ചത്. അത് പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അയാൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി ആയിക്കൂടാകുകയില്ല. സ്ഥാനാർത്ഥി മലമ്പുഴയിൽ അദ്ദേഹം സ്ഥാനാർത്ഥി ആകുമെന്നാണ് പറയുന്നത്. മലമ്പുഴയിൽ ഇപ്പോൾ അരുൺകുമാർ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. അതെ. അതുപോലെ നമ്മുടെ കിണർഗോലുവിനും സീറ്റില്ല. കിണർഗോലു എന്തായാലും PR നടത്തി പാർട്ടി ഒരു പരുവത്തിലാക്കി എന്നുള്ളത് എന്തായാലും അവർക്ക് മനസ്സിലായി. അപ്പം നമ്മൾ അതുപോലെ ഇപ്പം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്, വീണ ജോർജിൻ്റെ വിഷയമുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞ് പരാമർശിച്ചു പോകാം. വീണ ജോർജിൻ്റെ വിഷയത്തിൽ ഈ വിമത ശബ്ദം ഉയർത്തിയ വീണ ജോർജിൻ്റെ വിമത ശബ്ദമെന്നല്ല, പാർട്ടിക്കെതിരെ ശബ്ദം ഉയർത്തി വീണ ജോർജിൻ്റെ ഭർത്താവ്. ഇന്നിപ്പോൾ അദ്ദേഹം നേരെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഞാനത് CPMന്റെ ജില്ലാ സെക്രട്ടറിയോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, താല്പര്യമില്ല, പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പം ഈ വാർത്ത ഓർത്തിയത് ജില്ലാ സെക്രട്ടറി ആയിരിക്കും. അയാളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് വെറുതെയാണ്. കാരണം ഇത് അതിന് മുമ്പ് ഞാൻ അറിഞ്ഞാണ്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഇതിനു മുമ്പേ ഇദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് നമ്മൾ നേരത്തെ അറിഞ്ഞാണ്. അത് മറ്റൊന്നുമല്ല, വീണ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയല്ല, വീണയെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുമല്ല, പാർട്ടിക്കുള്ളിൽ പത്തനംതിട്ടയിൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയത വീണയുടെ കാര്യത്തിൽ, ആ വിഭാഗീയതയിൽ ഒന്ന് ഒഴിവാക്കി വിടാൻ വേണ്ടി, ഈ പാർട്ടി അവിടെ ഒറ്റക്കെട്ടാക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുന്നതിന് വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. വളരെ ബുദ്ധിപൂർവമായ നീക്കം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഈ വിമത ശബ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ എത്രയോ പേരായി. ഇതിനിടയ്ക്ക് CPIയുടെ K അജിത്ത് എന്ന് പറയുന്ന MLA, CPI 2 തവണ MLA ആളാണ്. അദ്ദേഹം നേരെ പോയിട്ട് കോൺഗ്രസിലല്ലേ ചേർന്നിരിക്കുന്നു, BJP. രാജേന്ദ്രൻ ഇടുക്കിയിൽ MLA, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതും ഈ പറയുന്ന പോലെ മറ്റൊരു അൻവറായിരുന്നു. എന്ത് വായി വരുന്ന എന്തും ആരെയും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഉള്ള മറ്റൊരു അൻവറായിരുന്നു ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നത്, എസ് രാജേന്ദ്രൻ. ഇപ്പം ഇനി MM മണി എന്ത് പറയുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ, പക്ഷേ അതിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലാ നേതൃത്വം ജയചന്ദ്രനെ മാറ്റണം, ഇടുക്കി ജില്ലയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ജയചന്ദ്രനെ മാറ്റി മണിക്ക് തന്നെ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ ജനാധിപത്യമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനമാണ്. അപ്പം ഇതിൻ്റെ ഒരു അനുരണനം എന്തായാലും വരുമല്ലോ. ഏതായാലും ജനാധിപത്യം ഇപ്പോൾ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ റഷ്യയിൽ സ്റ്റാലിൻ വലിയ ശക്തനായിരുന്ന കാലത്ത് ആർക്കും എതിർക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവ് ആണോ എന്ന് സംശയമുണ്ട്. ഇങ്ങനെ സ്റ്റാലിൻ അങ്ങനെ ചെയ്തു, സ്റ്റാലിൻ ഇങ്ങനെ ചെയ്തു, സ്റ്റാലിനെ എതിർത്തുകൊണ്ട് എന്തോ അത് മരിച്ചതിന് ശേഷം ആ പാർട്ടി വേദി പ്രസംഗിച്ചു. പെട്ടെന്ന് ആ വരുന്ന ആൾക്കൂട്ടത്തിൽ ആലോചിച്ചു, നിങ്ങളെന്താണ് സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോൾ അത് എതിർക്കാത്തതെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ ഇദ്ദേഹം ചെയ്ത് അടുത്ത് നിന്ന് സെക്യൂരിറ്റിക്കാരനെ തോക്ക് വാങ്ങിച്ചിട്ട് ചോദിച്ചു, ആരാണ് ചോദിച്ചതെന്ന്. ആരും ഉത്തരം പറഞ്ഞില്ല. തോക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തന്നെ കാര്യം എന്ന് പറഞ്ഞു. സ്റ്റാലിനെ എതിർക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സിമ്പിളാണ്, വെരി സിമ്പിൾ. അതാണ് അത് തന്നെയാണ് ഇപ്പോൾ CPM നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തോക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത തോക്ക് കൊണ്ടുള്ള ഭീഷണിയിൽ ആൾ നിൽക്കുകയാണ്. പക്ഷേ ഈ വിമത ശബ്ദം ഒരു പക്ഷേ കൂടുതൽ ശക്തമായി മാറുകയാണെങ്കിൽ അത് CPM ബാധിക്കുകയും ചെയ്യും. ഒറ്റപ്പെട്ട വിമത ശബ്ദങ്ങളിൽ നിന്ന് കൂട്ടായ ഒരു ശബ്ദങ്ങളിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട വിമത ശബ്ദത്തിൽ നിന്നാണ് ഇത് കൂട്ടായ ഒരു രീതിയിലേക്ക് വരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇലക്ഷനോടടുപ്പിച്ചും വളരെ
ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് പൊട്ടിത്തെറികൾ വരാൻ സാധാരണ സാധ്യത. കോൺഗ്രസിലാണ് എപ്പോഴും ഇത് സംഭവിക്കാറുള്ളത്. അപ്പോൾ അവിടെ പൊതുവെ താരതമ്യേന കുറവാണ്. CPM-ലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുക. അല്ല, കോൺഗ്രസ്സുകാർ ഇപ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഭരണം കിട്ടും, ഈ അടുത്ത തവണ ഞങ്ങൾക്ക് ഭരിക്കാം, മാനമര്യാദയ്ക്ക് ഞങ്ങൾ നിന്നില്ല, ഞങ്ങളുടെ കാര്യം പോക്കാണ് എന്നൊരു ചിന്ത ചെറിയ തോതിലെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണത് അതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനിയും 10 വർഷം കഴിഞ്ഞ് ഇനി 15 വർഷം ഭരണം ഇല്ലാതിരിക്കാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കോൺഗ്രസും പ്രത്യേകിച്ച് ലീഗിനും ഒക്കെ തന്നെ. അപ്പോൾ ഏതായാലും CPM-ലെ വിമത ശബ്ദങ്ങൾ ഇതൊരു നമ്മുടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വഴി വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.